യുങ്കി മോനെ, ആ സലാഡ് ബോൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചേ. ആ അപ്പച്ചാ ദേ. കൊച്ചു പിള്ളേരെ പോലെ കാണിക്കാതെയെങ്കിൽ ഫുഡ് എടുത്ത് കഴിക്കേ. ആ അമ്മച്ചി. ഇച്ചായ സ്പൂൺ ഇങ്ങനെ എടുത്ത് തന്നെ. ആ ദേ. ലുങ്കി, നീ ഹോബിയെ കണ്ടുപിടിക്കണം. അത് പിന്നെ ആൻറ്റി, ഈ ചൈന വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ലല്ലോ. അതെൻ്റെ പ്രശ്നമാണോ ഹുസൂക്ക്? ഏ അല്ല ആൻറ്റി. മാനേഴ്സ് എന്നൊരു സാധനം നിനക്കില്ല ഇല്ലയോ ഹുസോക്ക്? അത് പിന്നെ ചായ എനിക്കിച്ചിരി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഫോട്ടോസോ? എന്നാ ഫോട്ടോസ്? അത് പിന്നെ പെങ്കൊച്ചുമാരുടെ ഫോട്ടോസ്. ഓ ആണോ? എൻ്റെ കോവർക്കേഴ്സാ. ഇഷ്ടപ്പെട്ടാൽ പറ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാം. മോസ്റ്റ് ഓഫ് ദം സിംഗിൾ. എന്നാ ചായ വല്ല പ്രശ്നമുണ്ടോ? ഏ ഇല്ല. ഉറക്കം വരുവാണോ? ആ അങ്ങനെ തോന്നണേ. ആ എങ്കിൽ ചായ കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. എന്നാലും എന്നതാ കാര്യം? നമ്മൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. വൈ ആം ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വിമൻ? യു മൈറ്റ് ബി ഗെയോ? നോക്കാം. സയൻസ് ഓഫ് ബീയിങ് ഗേ. ഈശോയെ, പ്രശ്നമാണല്ലോ. ഞാൻ ഹോബിയോട് പറഞ്ഞതച്ചായ, വൈകി, ഇത്രയും വൈകിയില്ലേ, ഇവിടെ തന്നെ നിന്നോളെ. അവരെന്നാ സ്കൂളിൽ പഠിക്കുന്ന ചെറുക്കനോ? ഇത്രയും വലിയ മനുഷ്യനായില്ലയോ? അതെല്ലാം അവനറിയാം. എന്നാ ചെയ്യേണ്ടതെന്നും എങ്ങോട്ട് ചെല്ലണ്ടതെന്നും ഒക്കെ. നീ അതോർത്ത് ടെൻഷൻ അടിക്കാതെ. യുങ്കി, എന്നാ മോനെ, വല്ല പ്രശ്നമുണ്ടോ? ഏ ഇല്ല അമ്മച്ചി. ഓഫീസിൽ വല്ല പ്രശ്നമുണ്ടോ? എങ്കിൽ പിന്നെ കോഴി പിറക്കണ പോലെ ഇരുന്ന് പിറക്കാതെ ഇരുന്ന് ഫുഡ് കഴിച്ച വൃത്തിക്ക്. ഇന്നെന്നാ ന്യൂസ്? ഫേമസ് ഗേ പോപ്പ് ഐഡൽ അറ്റാക്ഡ് ഫോർ ബീയിങ് എ ഹോമോസെക്ഷൽ. ഈശോയെ, ഇതെന്നാ കോപ്പ്? നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഹൗ ടു ബിക്കം സ്ട്രൈറ്റ്. Accepting yourself for who you are is the hardest part of the journey. Self-acceptance of a gay man. Park Jimin, a queer activist and attorney, is helping people embrace themselves for who they are. Park Jimin. നമ്മൾക്കൊന്ന് പോയി കാണാം. അപ്പോയിൻമെൻറ്റ് ഫിക്സ്ഡ്. ജോനിച്ച അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ. എനിക്ക് ജോനിച്ചൻ്റെ സഹായം വേണം. അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് സോക്സിനെ പോയി കാണണം. ഇയാളുടെ ബോയ് ഫ്രണ്ട് എങ്ങോട്ടും ഒളിച്ചോടാനൊന്നും പോകണില്ല. ചായ പ്ലീസ്. എടാ ടയോ, തേ ജിമ്മിനെ ഏതാണ്ട് സഹായം വേണമെന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇറങ്ങുക. എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കെൻ്റെ കുക്ക് ബേബീനെയും കൂട്ടി ഡേറ്റിന് പോകണം. ഞാൻ പ്രോമിസ് ചെയ്തതാണ്. ഇനി ലാസ്റ്റ് മിനിറ്റ് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. ബൈ. ആ ഞാനും ഇറങ്ങുക. ബൈ. ഞാൻ മെന്യൂക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് കണ്ടിരുന്നു. അപ്പം അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് പോന്നതാണ്. ആ മിസ്റ്റർ യുങ്കി വരൂ, ഇരിക്കൂ. ഞാൻ പാക് ജിമിൻ. ആ അറിയാം. റൈറ്റ്. ഹൗ കൻ ഐ ഹെൽപ്പ് യു മിസ്റ്റർ യുങ്കി? ഓക്കെ, സോ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് പാക് ജിമിൻ. ഞാനൊരു അട്ടോർണിയാണ്, ആക്ടിവിസ്റ്റാണ്. ഞാൻ മിന്യുങ്കി.
ടാക്സ് അക്കൗണ്ട്. ഓക്കെ. എന്നെ ഇന്ന് കാണാൻ വരാനുള്ള കാരണം പറയാമോ? അൺകംഫർട്ടബിൾ ആണോ എന്നോട് സംസാരിക്കുന്നതിൽ? അങ്ങനെയല്ല. അല്ല, അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഇയാളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ മേലാഞ്ഞിട്ടാ എന്ന് എനിക്ക് മനസ്സിലായി. യെസ് സർ. ഇയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എൻവയറോൺമെൻറ്റും ഐഡൻറ്റിറ്റിയും ഇതൊക്കെ പറഞ്ഞാലേ എനിക്ക് സഹായിക്കാൻ ഒക്കൂ. ഐ അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഞാൻ ബൈസെക്ഷൽ, ജെൻഡർ ഫ്ലൂയിഡ് പേഴ്സൺ. ഹീ ഹിം നോ, ഷീ ഹെർ നോ, ദേ ദം നോ, എന്നെ വേണേലും പറയാം. ഞാൻ സാറെന്ന് വിളിച്ചോട്ടെ? അയ്യോ, സാറിനൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. എനിക്ക് 26 വയസ്സേ ഉള്ളൂ. ഓക്കെ, ജിമ്മിൻ. ആ, ഇപ്പം ഇയാളെ പറ്റി പറ. എനിക്ക് 28 വയസ്സായി. ഓക്കെ. ഞാൻ പാരൻസിൻ്റെ ഒപ്പം താമസം. ഓക്കെ. എനിക്കൊരു കസിനുണ്ട്, ചങ്ഹുസോക്ക്. ഓക്കെ. എനിക്കിച്ചിരി പെങ്കൊച്ചുമാരുടെ ഫോട്ടോസ് അവൻ കാണിച്ചിരുന്നു. എങ്ങനത്തെ ഫോട്ടോസ്? ജസ്റ്റ് ഫോട്ടോസ്. ഓക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ട പെങ്കൊച്ചോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാമെന്ന് അവൻ പറഞ്ഞായിരുന്നു. ആ, അത് നല്ല കാര്യമല്ലേ? അറിയാം, എനിക്ക് ഇന്നേ വരെ ആരും ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ സിംഗിളായതുകൊണ്ട് അവൻ ബോധേഡാണ്. ആ, മനസ്സിലായി. നിങ്ങളുടെ വെൽവിഷറാണ് പുള്ളിക്കാരൻ. അപ്പം പറയൂ മിസ്റ്റർ യോങ്കി, നിങ്ങൾക്ക് ഏതെങ്കിലും പെൺകൊച്ചുമാരെ ഇഷ്ടപ്പെട്ടോ? ഇല്ല, അതാണ് പ്രശ്നം. ആ, അത് കാര്യം നോക്കണ്ട. മേ ബി ഇയാളുടെ ടൈപ്പ് ആ പെൺകൊച്ച് ആ ഫോട്ടോസിൽ ഇല്ലായിരിക്കും. അത്രമാത്രം ഉള്ളെങ്കിൽ കൊള്ളായിരുന്നു. എന്നെ അങ്ങനെ പറഞ്ഞ ഇയാൾക്ക് എപ്പോഴേലും വിമനിൽ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? either ബോയ് ഓർ ഗേൾ? നോ. ഇയാൾക്ക് 28 വയസ്സായി മിസ്റ്റർ യോങ്കി. ആർ യു ഷുവർ? ഷുവർ. ഒരാളെ ഇഷ്ടപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് പേടിയാ. പേടിയോ? എന്തിന്? ആരെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലോ എന്ന് എനിക്ക് പേടിയാ. ആർക്കെങ്കിലും എൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് അറിഞ്ഞാലോ എന്ന് എനിക്ക് പേടിയാ. ആൾക്കാർ എന്നെ വെറുക്കുമെന്ന് എനിക്ക് പേടിയാ. എനിക്ക് എന്നെ തന്നെ പേടിയാ. അങ്ങനെയൊന്നും പേടിക്കരുത്. ഇയാൾക്ക് ഇയാൾ മാത്രമല്ലേ ഉള്ളൂ. ഇയാൾ എങ്ങനെയാണെങ്കിലും ഇയാളെ തന്നെ ചേർത്ത് പിടിക്കണം. എന്നെക്കൊണ്ട് ആ വാക്ക് പോലും പറയാൻ പറ്റണില്ല. എന്ത് വാക്ക്? ഗേ എന്ന്. നിങ്ങൾ ഗേ എന്ന ഷുവറാണോ? എനിക്ക് എപ്പോഴും ഞാൻ ഷുവറായിട്ട് തന്നെ ഇരുന്നേക്കണം. എനിക്ക് ജസ്റ്റ് ഷുവർ ആകണ്ട. ഫൈൻഡിങ് യുവർ ട്രൂ സെൽഫ് ഇസ് ക്വൈറ്റ് ഹാർഡ്. ഇറ്റ്സ് ബോതസം. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി മനസ്സിലായിരിക്കണം. ഐ ആം പ്രൗഡ് ഓഫ് യു. നിങ്ങളുടെ പാരൻസോ? അവർക്കെന്നാ? അവർക്ക് ഇയാളുടെ ഐഡൻറ്റിറ്റിയെ പറ്റി വല്ലതും അറിയോ? അയ്യോ ഇല്ല ജിമിൻ, ഞാനൊരിക്കലും പറയത്തുമില്ല. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസിച്ച് സംസാരിക്കാൻ പറ്റാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ജസ്റ്റ് യു. ഉണ്ട്, ഞാനുണ്ട്. ഡോണ്ട് വറി. നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റോട് സംസാരിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ അറിയാം, കിം നംജൂൺ. എൻ്റെ ഫ്രണ്ടാണ്, ആക്ടിവിസ്റ്റുമാണ്. വേണ്ട. ഓൾ റൈറ്റ്. നിങ്ങൾക്ക് ആരെങ്കിലും ലവർ ഉണ്ടോ? ഹൈസ്കൂളിൽ സ്നേഹിച്ച് നടന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി ബ്രേക്കപ്പ് ചെയ്തു പോയി. എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയെ പറ്റി ഞാൻ റിവീൽ ചെയ്തപ്പോൾ. സോറി ടു ഹിയർ ദാറ്റ്. കുഴപ്പമില്ല, അതിപ്പോൾ വർഷങ്ങളായില്ലേ. അങ്ങനെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ ഒപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളിങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിരിക്കുന്നത്? ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. അക്സെപ്റ്റൻസ് ഇസ് ദ കീ.
ഞാൻ എന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർത്താൽ മതി. അത് തന്നെ ധാരാളം. എനിക്ക് കമ്മിങ് ഔട്ട് നടത്തണം, എല്ലാവരോടും പറയണം ഞാൻ ഗേ ആണെന്ന്. എനിക്കിങ്ങനെ ഒളിഞ്ഞ് ജീവിക്കാൻ താല്പര്യമില്ല. സംടൈംസ് നമ്മളെല്ലാം തുറന്ന് പറയണമെന്നില്ല. കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ധാരാളം. ഡോണ്ട് സ്ട്രെസ് യുവർസെൽഫ് ഓവർ ഇറ്റ്. നിങ്ങളുടെ നമ്പർ കിട്ടുമോ ജിമിൻ? എനിക്ക് സംസാരിക്കാൻ വേറെ ആൾക്കാരാരുമില്ല. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്. ഷുവർ, നമ്പർ ഞാൻ തരാം. ഫീൽ ഫ്രീ ടു ടോക്ക് ടു മീ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. Remember that you're loved for who you are and you are not alone in this. Thank you, Jimin. You're most welcome. ഞാൻ എത്ര പേ ചെയ്യണം? പേയ്മെൻ്റ് ഒന്നും വേണ്ട. അതിനാ acceptance.com നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നതെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റാണ്. പൈസ ഒന്നും തരേണ്ട ആവശ്യമില്ല. എല്ലാവരും അവരവരെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. ഹലോ ജിമിൻ, ഞാൻ യുങ്കി. ഹലോ യുങ്കി, പറയൂ. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുമല്ല അല്ലയോ? അങ്ങനെയൊന്നുമില്ല, പറഞ്ഞോളൂ. എനിക്ക് എന്നാ പറയണ്ടതെന്ന് അറിയാൻ മേല. മനസ്സിൽ വല്ലതും കാണുമല്ലോ, അതുകൊണ്ടല്ലേ വിളിച്ചത്. എന്നാ ഉള്ളതെന്ന് പറ. എനിക്ക് ഇയാളെ ഒന്നുകൂടി കാണണം. എപ്പോഴാണ് കാണണ്ടേ? ടുമോറോ? ഷുവർ. ഞാൻ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണോ? ആവശ്യമില്ല, നേരിട്ട് വന്നാൽ മതി. ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? യുങ്കി, ചോദിച്ചോളൂ. ഇയാളോട് ഹെൽപ്പ് ചോദിച്ചു വരുന്ന എല്ലാവരെയും ഇയാൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? എൻ്റെ നമ്പർ മേടിച്ച ആൾക്കാരിൽ ഒത്തിരി പേരുണ്ട്, ഇയാളല്ല ആദ്യം. പക്ഷേ എനിക്കിങ്ങനെ കോൾ ചെയ്ത് സംസാരിക്കുന്നതിൽ നിങ്ങളാണ് ആദ്യം. ഗുഡ് നൈറ്റ്. യുങ്കി, വരൂ, ഇരിക്കൂ. ഹൗ ആർ യു ഡൂയിങ് ടുഡേ? ഗ്രേറ്റ്. ഐ ഫീൽ ഗ്രേറ്റ്. അതെന്നാ ഗ്രേറ്റ് ഒക്കെ? മേ നോ ദ റീസൺ? ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റി ഒരാളോട് സംസാരിച്ചിരിക്കുക. എനിക്കത് വലിയ കാര്യമാണ്. ഐ മീൻ, ജിമിൻ ഒരാളാണ്, പക്ഷേ എനിക്കത് വലിയ കാര്യമാണ്. അതെ, അത് നല്ല കാര്യമാണ് അല്ലയോ? ആബ്സല്യൂട്ട്ലി. യുങ്കിയുടെ സോഷ്യൽ ലൈഫ് പറ്റി നമുക്ക് സംസാരിക്കാം. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടോ? ഞാനങ്ങനെ ആരെയും ഫ്രണ്ട്സ് ആക്കാറില്ല. റീസൺ ഉണ്ടോ അതിന്? എൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റി ആരും അറിയരുത്, അതുകൊണ്ട് ഞാൻ ആരെയും ഫ്രണ്ടാക്കാറില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാം. എനിക്ക് അത്യാവശ്യം ഫ്രണ്ട്സുണ്ട്. ഇയാൾ മതി. സോറി, ഐ മീൻ എനിക്ക് ഫ്രണ്ടായിട്ട് ഇയാൾ മതി. ഓക്കെ. ഇയാളോട് സംസാരിച്ച് പിന്നെ എനിക്കൊരു ഫീൽ ഗുഡ് ഫീലിങ്ങാണ്. ഞാൻ മിക്കവാറും എൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റി ഇങ്ങനെ ഓപ്പണായി പറയും പുറത്ത്. എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഞാനിത് ചോദിക്കാവോ എന്ന് എനിക്കറിയാൻ മേല. എന്നാ കാര്യം? പറഞ്ഞോളിയെങ്കിൽ. എൻ്റെ കൂടെ ഒരു ഡേറ്റിന് പോരാമോ? എന്താ ഇയാളുടെ ഉദ്ദേശം? എനിക്ക് ഇയാളെ ഇഷ്ടമാണ്.
അതിനെ പെട്ടെന്ന് ഇഷ്ടമൊക്കെ എനിക്കറിയാൻ മേല. ഇയാൾ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ. എനിക്ക് ഒരു പാസ്റ്റുണ്ട്. നമ്മൾക്ക് അതിനെപ്പറ്റിയെല്ലാം നാളെ സംസാരിക്കാം, ഒരു ഡേറ്റിൽ. നിങ്ങൾക്ക് ഒത്തിരി ധൈര്യമുണ്ട്. ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ ആവാം. പോവാന്നേ ഡേറ്റിന്. ആർ യു ഷുവർ? ഓഫ് കോഴ്സ്. ഏതവനാണവൻ ജിമിനെ? അതോ മിഞ്ഞുങ്കി? അതിനട്ടെയോ അങ്ങനെ ചോദിച്ചേ? ആ, പുള്ളിക്കാരനായിരുന്നു. വെയിറ്റ്, വാട്ട്? എന്നാ ആള് എന്നെ ഡേറ്റിനല്ലേ വിളിച്ചേ? അതെ. എന്നാ ഡേറ്റിന് വിളിക്കാൻ കാരണം? കുന്തം, എനിക്കിങ്ങനെ അറിയാനാ? ആ ആ ശരിയാ. അല്ല, നീ എന്തിനാ യെസ് പറഞ്ഞേ? എനിക്ക് നോ പറയാൻ വല്ല റീസൺ ഉണ്ടോ? ആ, അപ്പോൾ ബോയ് ഫ്രണ്ടും ആയല്ലേ? ഷട്ടപ്പ്. ഷൈ ആയല്ലോ. ഡേറ്റൊക്കെ പോയി തുടങ്ങുമ്പോൾ അളിയനെ മറക്കല്ലേ. ദൈവം, നീ ഒന്ന് ഇറങ്ങിത്തരുമോ? ഉവ്വ് ഇറങ്ങുക. ഹായ് യുങ്കി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ആ, പറ ജിമിൻ. നാളെ എങ്ങോട്ടേക്കാണ് പോകണ്ടേ? ജിമിന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പറ, അങ്ങോട്ടേക്ക് പോവാം. എനിക്ക് കാലത്തൊരു ക്ലൈൻറ്റിനെ കാണാനുണ്ട്. ഓക്കെ, അപ്പം ലഞ്ച് ഡേറ്റ് ആയാലോ? ആ, ഓക്കെ. പക്ഷേ ലഞ്ച് കഴിഞ്ഞ് എനിക്ക് ഐസ്ക്രീം വേണം. കഫേയിലോട്ട് പോയിട്ട് ഐസ്ക്രീം വെച്ച് തരണം. ഓക്കെ? ഓക്കെ. ഞാൻ എപ്പോഴാണ് വെയിറ്റ് ചെയ്യേണ്ടത്? എവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്? 1 PM ഓക്കെ ആണോ? ആ, ഓക്കെയാണ്. റെസ്റ്റോറൻറ്റ് മൂൺ? ആ, ഓക്കെ. ഓക്കെ, ഞാൻ വന്നേക്കാം. ആ, ഓക്കെ. ബൈ. ബൈ. സോറി യുങ്കി, ഇച്ചിരി ലേറ്റായി. എൻ്റെ ക്ലയൻറ്റ് വരാൻ ലേറ്റായതാണ്. കുഴപ്പമില്ല. നമ്മൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. എൻ്റെ ട്രീറ്റ്. നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഷുവർ. ഈ സ്ഥലം കൊള്ളാമല്ലയോ? ജിമ്മിന് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഐസ്ക്രീമും കൊള്ളാം. ആ, അതെ. ജിമ്മിന് ഒരു പാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ, അതെ. കംഫർട്ടബിൾ ആണെങ്കിൽ അതിനെപ്പറ്റി പറയാമോ? ആ, പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല. ഞാൻ ലോ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി പിന്നെ എൻ്റെ ഫാമിലിയോട് എൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റി പറഞ്ഞു. അവർ അടിച്ചു, തെറി വിളിച്ചു. എൻ്റെ മേത്ത് ഇപ്പോഴും പാടുണ്ട്. ജിമ്മിൻ്റെ പാരൻസോ? എൻ്റെ ചേട്ടനും. ഒത്തിരി നാളുകൾക്ക് അങ്ങനെ തന്നെ ആയിരുന്നു.
പിന്നെ ഞാനെങ്ങനെയോ എസ്കേപ്പായി. എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചു. ഇന്നലെ ഓഫീസിൽ വെച്ച് കണ്ടിരുന്നില്ലേ യുങ്കി, കിം ടയോങ്, അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഓ ഐ സി. ഞങ്ങൾ ആ ഓഫീസ് തുടങ്ങിയിട്ട് വെബ്സൈറ്റും എല്ലാം ആയിട്ട് അങ്ങനെ സെറ്റായി. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞപ്പോൾ വേറെ ഫ്രണ്ട്സ് ആരാ ഉള്ളത്? ജിമിന്, ചോൻ ചങ്കുക്ക്, അവൻ കിം ടോങ്ങിൻ്റെ ബോയ് ഫ്രണ്ടാണ്. കിം നം ജൂൻ എൻ്റെ ഫ്രണ്ടാണ്, സൈക്കോളജിസ്റ്റ്. പുള്ളിക്കാരൻ്റെ വൈഫ് സൂക്ചിനും എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ. നിങ്ങളോട് സംസാരിക്കാൻ നല്ല രസമുണ്ട്. ആണോ? അതെ. ഐ എം ഗ്ലാഡ് ജിമിൻ. ഞാൻ ഇച്ചായ എന്ന് വിളിച്ചോട്ടെ? ആ ഷുവർ, വിളിച്ചോ. Jimin, would you be my boyfriend? ഷുവർ ചായ, പക്ഷേ ഈ ചായനും എൻ്റെ വൈഫി ആകണം. ഷുവർ ജിമിൻ, നമ്മൾ ബോയ് ഫ്രണ്ട്സാണ്. ഓക്കെ. ഐ ലവ് യു. അതെന്നാ അപ്പോഴത്തേക്ക് ഐ ലവ് യു ഒക്കെ? അത് പിന്നെ ഒത്തിരി എന്നെപ്പറ്റി ഞാൻ മനസ്സിലാക്കാൻ കാരണം ജിമിന. പിന്നെ ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്തേക്കുക. എൻ്റെ അക്സെപ്റ്റൻസിൻ്റെ കാരണം ജിമിന. അപ്പം ഐ കാൻ ഹെൽപ്പ് ഇറ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായ ആൾ. ഞാൻ രാത്രി വിളിക്കാം കേട്ടോ. ബൈ. ഈശോയെ, ഞാനിതെങ്ങനെ സെറ്റാക്കും? കോപ്പ് എനിക്ക് പെട്ടടാ നീ. ഇറ്റ്സ് ഓക്കെ, ക്യാൻ ഡു ഇറ്റ്. കമ്മിങ് ഔട്ട് ടു പാരൻസ് ഇസ് നെവർ ഈസി. ഡീപ് ബ്രെത്ത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. എന്നാ ചെറുക്കാൻ നിന്ന് പരുങ്ങണേ? അത് പിന്നെ അമ്മച്ചി, അപ്പച്ച, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാ കാര്യം? വല്ല പ്രശ്നമുണ്ടോ? അല്ല, പ്രശ്നം അല്ല, ജസ്റ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കിതെങ്ങനെ പറയണമെന്നറിയില്ല. ഇനിയും എന്നെ കൊണ്ട് ഇത് ഒളിച്ചു വയ്ക്കാൻ ഒക്കെ അല്ല. കാര്യം പറഞ്ഞോനെ. ഞങ്ങൾ നിൻ്റെ പാരൻസാണ്. ഞങ്ങളോട് എന്നാ വേണേലും പറയാം. പറ മോനെ, എന്നാ കാര്യം? ഞാൻ ഗേയാ. അതിപ്പോൾ തൊട്ട്? അത് പിന്നെ എപ്പോഴും അങ്ങനെ. എനിക്കിപ്പോൾ ഒരു ബോയ് ഫ്രണ്ടുണ്ട്, പാക്ചിമൻ എന്ന പുള്ളിയുടെ പേര്. എനിക്കറിയായിരുന്നു, അപ്പോഴേ അറിയായിരുന്നു ഏതാണ്ടുണ്ടെന്ന്. ഞാൻ എൻ്റെ അമ്മച്ചിയാ മോനെ. ഞങ്ങൾ നിൻ്റെ പേരൻസാണ്. ഞങ്ങൾക്ക് നിന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം. ആർ യു ഓക്കെ വിത്ത് ദിസ്? ഓക്കെ ആണേലും ഇല്ലെങ്കിലും നീ എങ്ങനെയാണോ അങ്ങനെ തന്നെയല്ലേ മോനെ. ഞങ്ങളെ കൊണ്ട് നിന്നെ മാറ്റാനൊക്കോ? ഞാൻ എൻ്റെ ഡേറ്റിംഗ് ലൈഫെ പറ്റി ചോദിക്കാനെന്ന് എൻ്റെ വിചാരം. എനിക്കറിയായിരുന്നു മോനെ, നീ ഡിഫറെൻറ്റാണ്, എല്ലാവരെക്കാട്ടിലും ഡിഫറെൻറ്റ്. ഇച്ചിരി സമയമൊക്കെ പോകുമ്പോൾ എല്ലാം ശരിയായിക്കോണമെന്ന് ഞാൻ കരുതി. പക്ഷെ അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. ഒന്നും മാറിയില്ല. അമ്മച്ചി, ഐ ആം സോറി. ഇതൊന്നും നിൻ്റെ തെറ്റല്ല മോനെ. നീ എന്നോട് സോറി പറയേണ്ട ഒരാവശ്യമില്ല. താങ്ക് യു അമ്മച്ചി, ഐ മീൻ ഇറ്റ്. എനിക്ക്
പാക്ക് ജിമ്മിനെ ഒന്ന് കാണണം. നാളെ ഈവനിങ് ഇങ്ങോട്ട് വരാൻ പറ. ഇന്നെങ്ങാനും ഈ ചെറുക്കം വരുമോ? നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി തുറക്കാം. നമസ്കാരം, ഞാൻ പാക്ചിമിൻ. ആ കയറിപ്പോ, ഇരിക്കെ. നമസ്കാരം സാർ, ഞാൻ പാക്ചിമിൻ. തൻ്റെ പണി എന്നാ? ഞാൻ ആക്ടിവിസ്റ്റാ, ഒരു വക്കീലും കൂടിയാ. ജിമ്മിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിലൂടെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്താൽ ഞാൻ ജിമ്മിനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത്. ഇറ്റ്സ് എ വെബ്സൈറ്റ് ടു ഹെൽപ്പ് പീപ്പിൾ അക്സെപ്റ്റ് ദംസെൽസ് ഫോർ ഹൂ ദേ ആർ. അപ്പോൾ പുള്ളിക്കാരനാണ് നിനക്ക് ധൈര്യം തന്നേക്കണേ. നീ ആണെങ്കിൽ പുള്ളിക്കാരനെ സ്നേഹിച്ചും തുടങ്ങി. നിങ്ങൾ ഒത്തിരി കാലമായി ഡേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ലല്ലോ. ഇല്ല സാർ, ഇച്ചിരി നാളുകളായിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഫീലിംഗ് സിൻസിയർ ആകട്ടോ. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ, അത്ര തന്നെ. ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്തു, എനിക്ക് ഒന്നും കിട്ടിയില്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല, പക്ഷേ ഒത്തിരി കിട്ടി. നന്ദിയുണ്ട് സർ, മാഡം, എല്ലാറ്റിനും. അയ്യോ സാർ മാഡം ഒന്നും വേണ്ട മോനെ, അമ്മച്ചി അപ്പച്ചാന്ന് വിളിച്ചാൽ മതി. നീ ഞങ്ങൾക്ക് ഒരു മോനെ പോലെ തന്നെ. ഒത്തിരി ലേറ്റായി, വരും നമുക്ക് കഴിക്കാം. NCS Tamil BGM. ജിമിൻ, faster please. Happy first anniversary Chaya. Happy first anniversary Jimin. I love you. I love you too.